വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. എന്താണ് പ്രവർത്തകരുടെ തീരുമാനം? നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ, അതോ കൂടുതൽ സമയം പ്രതിഷേധം തുടരാനാണോ? ഇപ്പോഴും പ്രവർത്തകർ നിൽക്കുകയാണ്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും തങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറായി അംഗബലം അത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെ ഇവിടെ കാഴ്ചവെക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇതുവരേക്കും ആ ഒരു രാവിലെ അല്പസമയം മുമ്പ് തുടങ്ങിയ ഒരു പ്രതിഷേധത്തിന് യാതൊരു വിധത്തിലും പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഇപ്പോഴും ആ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പോലും ഇവിടെ തന്നെ പ്രവർത്തകർ നിൽക്കുകയാണ്, ബാരിക്കേഡുകൾ മറച്ചിടാൻ നോക്കുകയാണ്. മാത്രമല്ല പോലീസ് പറയുന്നുണ്ട്, അതായത് ഈ സമാധാനപരമായി സമരം ചെയ്ത ശേഷം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തി പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല, അതിനൊന്നും തന്നെ പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. മാത്രമല്ല ഇനിയും ഈ ഓരോ തവണ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും വീണ്ടും ബാരിക്കേഡുകൾക്കടുത്ത് വന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ ഈ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. റോഡിലിരുന്ന് ഇനി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ തുടരുകയാണ്. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ BJP ഇപ്പോൾ നടത്തുന്നത്. ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലുണ്ടായ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടായ CPM-ന്റെ മാർച്ച്, അതിലുണ്ടായ സംഘർഷം, പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. സുരേഷ് ഗോപി ഇന്ന് സ്ഥലത്തെത്തി പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണുന്നു. ശേഷം നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് പോവുകയായിരുന്നു. അദ്ദേഹം ഛത്തീസ്ഗഡിൽ അറസ്റ്റായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലേക്കാണ് പോയത് എന്ന വിവരം നേരത്തെ അരുൺശങ്കർ നമ്മളോട് പങ്കുവച്ചിരുന്നു. പക്ഷേ അതേസമയം തൃശ്ശൂരിൽ BJP-യുടെ പ്രതിഷേധ പ്രകടനം അത് തുടരുകയാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞുവെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തി. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് പോവുകയാണ്.